ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സ്റ്റഡി കോർണർ. അപ്പോൾ നമ്മളിന്ന് സ്റ്റേറ്റ് സിലബസ് 8th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് ഫസ്റ്റ് യൂണിറ്റ് ഏർലി ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ നോട്ട്സ് വെച്ചിട്ട് അതിലൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ബോത്ത് മലയാളം ആൻഡ് ഇംഗ്ലീഷ് മീഡിയത്തിന് വേണ്ടി നോട്ട്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിലൂടെ ഡിസ്കസ് ചെയ്തിട്ട് പോവാം. അപ്പോൾ നമുക്ക് നോട്ട്സിലോട്ട് പോവാം. ഏർലി ഹ്യൂമൻ ലൈഫ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു ഡിഫറെൻറ്റ് പീരീഡ്സ്. ആദ്യകാല മനുഷ്യ ജീവിതത്തെ ഡിഫറെൻറ്റ് പീരീഡ്സ്, പല പല കാലഘട്ടങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഡിഫറെൻറ്റ് ഏജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വിച്ച് ആർ ദേ? അവ ഏതൊക്കെയാണ്? ഫസ്റ്റ് ഏജ് എന്ന് പറയുന്നത് പാലിയോലിത്തിക് ഏജ് ആണ്. അത് കഴിഞ്ഞ് വരുന്നത് മിസോലിത്തിക് ഏജ്, അത് കഴിഞ്ഞിട്ട് നിയോലിത്തിക് ഏജ്, പിന്നെ വരുന്നതാണ് ചാൽക്കൊലിത്തിക് ഏജ്. ഇങ്ങനെ 4 മേജർ പീരീഡ്സ് ആയിട്ടാണ്, മേജർ ഏജസ് ആയിട്ടാണ് നമ്മുടെ ഏർലി ഹ്യൂമൻ ലൈഫിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ മലയാളം നോക്കാം. അപ്പോൾ ആദ്യകാല മനുഷ്യ ജീവിതത്തെ വ്യത്യസ്ത കാലഘട്ടങ്ങളിലായി തിരിച്ചിട്ടുണ്ട്. അവ ഏതൊക്കെയാണ്? ഇങ്ങനെയാണ് ഇതിൻ്റെ മലയാളം ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ 4 സ്റ്റേജസുകളായിട്ട്, ഏജുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 4 യുഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തേത് പ്രാചീന ശിലായുഗം, രണ്ടാമത്തേത് മധ്യശിലായുഗം, മൂന്നാമത്തേത് നവീന ശിലായുഗം, നാലാമത്തേത് താമ്രശിലായുഗം. ഇങ്ങനെ 4 യുഗങ്ങളായിട്ട് ആദ്യകാല മനുഷ്യ ജീവിതത്തെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ടെക്സ്റ്റിൽ ആദ്യം പറയുന്നത് പാലിയോലിത്തിക് ഏജിലെ ഗുഹാചിത്രങ്ങളെ പറ്റിയിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഗുഹാചിത്രങ്ങളിൽ നിന്ന് എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് കിട്ടുന്നതെന്ന്, അതാണ് അടുത്ത ക്വസ്റ്റ്യൻസ്. വാട്ട് ഇൻഫർമേഷൻ അബൌട്ട് ദ ലൈഫ് ഓഫ് ദ ഏർലി മാൻ ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഫ്രം ദ കേവ് പെയിൻറ്റിങ്സ് ഓഫ് പാലിയോലിത്തിക് ഏജ്? അപ്പോൾ പാലിയോലിത്തിക് ഏജിൽ പാലിയോലിത്തിക് മാൻ വരച്ച ആ കേവ് പെയിൻറ്റിങ്സിൽ നിന്ന് പ്രാചീന മനുഷ്യ ജീവിതത്തെക്കുറിച്ച് എന്തെല്ലാം വിവരങ്ങളാണ് ലഭിക്കുന്നത്? ദേ ഹണ്ടഡ് ആനിമൽസ്, അവരെ ആനിമൽസിനെ വേട്ടയാടിയിരുന്നു. ദേ കളക്റ്റീവ്ലി എൻഗേജ്ഡ് ഇൻ റീക്രിയേഷണൽ ആക്ടിവിറ്റീസ്, അവർ കൂട്ടത്തോടെ വിനോദപരമായ കാര്യങ്ങളിൽ, വിനോദത്തിൽ ഏർപ്പെട്ടിരുന്നു. ഹണ്ടിങ് വാസ് ദ മെയിൻ ലൈവ്ലിഹുഡ് ഓഫ് പീപ്പിൾ ഓഫ് പാലിയോലിത്തിക് ഏജ്. അപ്പോൾ പാലിയോലിത്തിക് ഏജിലെ മനുഷ്യരുടെ പ്രധാന ഉപജീവന മാർഗം എന്ന് പറയുന്നത് വേട്ടയാടുകയായിരുന്നു. ഹണ്ടിങ് ആയിരുന്നു അവരുടെ പ്രധാന ഉപജീവന മാർഗം. ഇതൊക്കെ നമുക്ക് ആ കേവ് പെയിൻറ്റിങ്സിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കൂടുതലും ഹണ്ടിങ്ങിൻ്റെ പിക്ചേഴ്സൊക്കെയാണ് ആ കേവ് പെയിൻറ്റിങ്സിൽ കാണാനായിട്ട് പറ്റുന്നത്. ആനിമൽസിൻ്റെയും ഹണ്ടിങ്ങിൻ്റെയും ഒക്കെ പിക്ചേഴ്സാണ് അവത്തിൽ കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്. അപ്പോൾ അവയിൽ നിന്ന് നമുക്ക് ഇത്രയും ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ മലയാളം ക്വസ്റ്റ്യനിലോട്ട് പോകാം. പ്രാചീന ശിലായുഗത്തിലെ ഗുഹാചിത്രങ്ങളിൽ നിന്ന് പ്രാചീന മനുഷ്യ ജീവിതത്തെക്കുറിച്ച് എന്തെല്ലാം വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്? അപ്പോൾ ഉത്തരം നോക്കാം. അവർ മൃഗങ്ങളെ വേട്ടയാടിയിരുന്നു. അപ്പോൾ മൃഗങ്ങളെ അവർ വേട്ടയാടിയിരുന്നു. സംഘമായി വിനോദത്തിൽ ഏർപ്പെട്ടിരുന്നു. അവർ കൂട്ടത്തോടെ വിനോദപരമായ കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിരുന്നു. വേട്ടയാടലായിരുന്നു അവരുടെ ഉപജീവന മാർഗം. അപ്പോൾ അന്നുണ്ടായിരുന്ന ആൾക്കാരുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം എന്ന് പറയുന്നത് വേട്ടയാടുക എന്നുള്ളതായിരുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. കേവ് പെയിൻറ്റിങ്സ് ആർ എ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ അബൌട്ട് ദ ഏർലി ഹ്യൂമൻ ലൈഫ്. സബ്സ്റ്റാൻഷിയേറ്റ്. അപ്പോൾ ഗുഹാചിത്രങ്ങൾ എന്ന് പറയുന്നത് പ്രാചീന മനുഷ്യജീവിതത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ തരുന്ന ഒരു ഉറവിടമാണ്. സബ്സ്റ്റാൻഷിയേറ്റ്, സമർത്ഥിക്കുക എന്നാണ് പറയുന്നത്. നമുക്ക് ഉത്തരത്തിലോട്ട് പോകാം. ഇപ്പം ഞാൻ പോയിന്റ്സ് ആയിട്ടാണ് ഈ ഉത്തരം എഴുതിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് പാരഗ്രാഫായിട്ട് അല്ലെങ്കിൽ സെൻറ്റൻസുകളായിട്ട് ഇങ്ങനെ എഴുതാവുന്നതാണ്. കേവ് പെയിൻറ്റിങ്സ് ക്യാൻ ബി സീൻ ആസ് എ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ അബൌട്ട് ദി ഏർലി ഹ്യൂമൻ ലൈഫ്. പ്രാചീന മനുഷ്യ ജീവിതത്തെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ തരുന്ന ഒരു ഉറവിടമായിട്ട് നമുക്ക് കേവ് പെയിൻറ്റിങ്സിനെ കാണാനായിട്ട് സാധിക്കും. മോസ്റ്റ് ഓഫ് ദം വെയർ പിക്ചേഴ്സ് ഓഫ് ആനിമൽസ്. ഡിഫറെൻറ്റ് കളേഴ്സ് വെയർ യൂസ്ഡ് ഇൻ ദാറ്റ് കേവ് പെയിൻറ്റിങ്സ്. അപ്പോൾ കൂടുതലും അവർ വരച്ചതിൽ കൂടുതലും എന്തായിരുന്നു? ആനിമൽസിൻ്റെ പിക്ചേഴ്സ് ആയിരുന്നു. ഡിഫറെൻറ്റ് കളേഴ്സ് വെയർ യൂസ്ഡ്, പല നിറങ്ങൾ അവർ യൂസ് ചെയ്തിരുന്നു. ഇനി പിക്ചേഴ്സ് ഓഫ് ഹണ്ടിങ് ആർ ദി എവിഡൻസ് ഫോർ ദർ പ്ലാനിങ് ഓഫ് ദി ഹണ്ടിങ് ഗ്രൗണ്ട് ആൻഡ് പ്രേ. അപ്പോൾ ദ പിക്ചേഴ്സ് ഇൻക്ലൂഡ് എന്തൊക്കെയുണ്ടായിരുന്നു? പിക്ചേഴ്സ് ഓഫ് ആനിമൽസിൻ്റെ പിക്ചേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ പിക്ചേഴ്സ് ഓഫ് ഹണ്ടിങ് ഉണ്ടായിരുന്നു. ഹണ്ടിങ്ങിൻ്റെ പിക്ചേഴ്സ് അവർ ഹണ്ടിങ് ഗ്രൗണ്ടിനെ കുറിച്ച്, അതായത് വേട്ടയാടുന്ന സ്ഥലത്തെക്കുറിച്ചും, പിന്നെ ഹണ്ടിങ് ഏത് ജീവിനെയാണ് വേട്ടയാടേണ്ടതിനെ എന്നതിനെക്കുറിച്ചൊക്കെ പ്ലാൻ ചെയ്തതിനുള്ള തെളിവുകളാണ് ഹണ്ടിങ്ങിൻ്റെ പിക്ചേഴ്സ്. അവർ ഹണ്ടിങ് ഗ്രൗണ്ട്, വേട്ടയാടുന്ന സ്ഥലത്തെ പറ്റിയും വേട്ടയാടേണ്ട മൃഗങ്ങളെ പറ്റിയും ഒക്കെ അവർ പ്ലാൻ ചെയ്തിരുന്നു എന്നതിൻ്റെ തെളിവാണ് അവിടെ ഉണ്ടായിരുന്ന വേട്ടയാടലിൻ്റെ ചിത്രങ്ങൾ. പിക്ചേഴ്സ് വെയർ ഡ്രോൺ ഓൺ ദ സീലിങ്സ് ആസ് വെൽ. സീലിങ്സിൽ പോലും, ഗുഹകളുടെ
സീലിങ്ങുകളിൽ പോലും ഇവർ എന്ത് വരച്ചിരുന്നു, ചിത്രങ്ങൾ വരച്ചിരുന്നു. പിക്ചേഴ്സ് വെൽ ഡ്രോൺ ഓൺ ദി സീലിങ്സ് ഓഫ് ദ കേവ്സ് ആസ് വെൽ. സീലിങ്സ് ഓഫ് ദ കേവ്സ് എന്ന് കൂടി ഉണ്ട്, അത് വിട്ടുപോയതാണ് എഴുതിയപ്പോൾ. ദിസ് സ്റ്റാൻഡ്സ് ഇൻ എവിഡൻസ് ഫോർ ദി ഡെക്സ്റ്റിരിറ്റി ഓഫ് ഏർലി ഹ്യൂമൻസ്. ഇതൊക്കെ പ്രാചീന മനുഷ്യൻ്റെ ആ വൈദഗ്ധ്യത്തെ കാണിക്കുന്നതാണ്, അവരുടെ ആ കഴിവിനെ കാണിക്കുന്നതാണ്. അവർ എന്താണ് സീലിങ്സിൽ പോലും എന്ത് ചെയ്തിരുന്നു, പടങ്ങൾ വരച്ചിരുന്നു. ഇതൊക്കെ ആ മനുഷ്യരുടെ കഴിവുകളെയാണ് കാണിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ മലയാളം ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഗുഹാചിത്രങ്ങൾ പ്രാചീന മനുഷ്യ ജീവിതത്തെക്കുറിച്ച് വിവരം തരുന്ന സ്രോതസ്സുകളാണ്, സമർത്ഥിക്കുക. ഇതാണ് നമ്മുടെ മലയാളം ടൈപ്പ് ക്വസ്റ്റ്യൻ വരുന്നത്. നമുക്ക് നോക്കാം. പ്രാചീന മനുഷ്യ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വളരെയധികം സഹായകമായിരുന്നു അക്കാലത്തെ ഗുഹാചിത്രങ്ങൾ. ഗുഹാചിത്രങ്ങളിൽ കൂടുതലും മൃഗങ്ങളുടെ ചിത്രങ്ങളാണ് ഉണ്ടായിരുന്നത്. അതുമാത്രമല്ല, കൂടാതെ വേട്ടയെ സംബന്ധിച്ച ചിത്രങ്ങളും ഉണ്ടായിരുന്നു. വേട്ടയെ സംബന്ധിച്ച ചിത്രങ്ങൾ അവയിൽ ഉണ്ടായിരുന്നു. അതും വേട്ടയാടേണ്ട സ്ഥലത്തെക്കുറിച്ചും വേട്ടയാടേണ്ട മൃഗങ്ങളെപ്പറ്റിയും അവർ ആസൂത്രണം ചെയ്തതിൻ്റെ തെളിവുകളാണ്. അപ്പോൾ വേട്ടയാടലിൻ്റെ ചിത്രങ്ങൾ അവർ വേട്ടയാടേണ്ട മൃഗത്തെപ്പറ്റിയും വേട്ടയാടേണ്ട സ്ഥലത്തെപ്പറ്റിയും ആസൂത്രണം ചെയ്തതിൻ്റെ തെളിവുകളായിട്ട് നിലകൊള്ളുന്നു. അപ്പോൾ ഇതാണ് മലയാളം ടൈപ്പ് ക്വസ്റ്റ്യൻ. കൂടാതെ ഗുഹകളുടെ മേൽഭിത്തിയിലും ചിത്രങ്ങൾ വരച്ചിരുന്നു. അപ്പോൾ ഗുഹകളുടെ മേൽഭിത്തികളിൽ പോലും അവർ എന്ത് ചെയ്തിരുന്നു, പടങ്ങൾ വരച്ചിരുന്നു. ഇത് പ്രാചീന മനുഷ്യരുടെ വൈദഗ്ധ്യത്തിൻ്റെ തെളിവുകളാണ്. അവർ അത്രയും ടാലൻറ്റഡ് ആയിരുന്നു എന്ന് കാണിക്കുന്നതാണ് ഇതൊക്കെ. സീലിങ്സിൽ പോലും വരയ്ക്കാൻ മാത്രം അത്രയും അവർ ക്യാപ്പബിൾ ആയിരുന്നു, അത്രയും ടാലൻറ്റഡ് ആയിരുന്നു. അവരുടെ ആ വൈദഗ്ധ്യത്തെയാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് തൽക്കാലം ഇത്രയും എടുക്കുന്നുള്ളൂ. അപ്പോൾ പാർട്ടായിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. പിന്നെ ആദ്യമേ പറഞ്ഞതാണ്, ഫസ്റ്റ് ടൈം ആണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുവാണെങ്കിൽ മാത്രം. അപ്പോൾ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്തേക്കുക. താങ്ക്